ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അല്ല, ഇന്നലെ തന്നെ EP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഞാൻ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്തിയതാണ്. അവിടെ നിന്ന് ഒരു കടുക് മണിക്ക് പോലും ഇനി ബാക്കി പറയാൻ പുതുതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് EP വന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരം ഇടപെടൽ മറ്റ് കേസുകൾ കരവിനോടക്കമുള്ള വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇടനിലക്കാരനായാണ് EP വന്നതെന്നാണ് ആരോപണം കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അതാണോ, അത്തരം ചർച്ചകളാണോ, അതോ രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാണോ നടന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതൊരു കാര്യം പറയുമ്പോഴും അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയുന്ന ഒരാളാണ്. അതിൽ വളയ്ക്കുകയോ അല്ലെങ്കിൽ ഒടിക്കുകയോ മുറിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കൃത്യമായി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള KC വേണുഗോപാലിൻ്റെ പാർട്ടിയിൽ നിന്ന് പലരും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ചർച്ച നടത്തിക്കൊണ്ട് BJP-യുടെ പല പൊസിഷനുകളിലേക്കും വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കാനാണോ? അല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ക്ഷയിക്കുകയും ആ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അനുഭവമുള്ളവരും പരിണിതപ്രജ്ഞരും നല്ല കഴിവുള്ള ചെറുപ്പക്കാരുമൊക്കെ ആ പ്രസ്ഥാനത്തിൽ വളരെ ശോഭിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശോഭയെ തല്ലിക്കെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ വേണുഗോപാൽ ഇരുന്നതുകൊണ്ട് ഇന്ന് ആ പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ക്ഷതമുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ആവശ്യമുള്ളവർക്ക് അംഗീകാരമൊക്കെ കൊടുത്ത് ഞാനും എൻ്റെ കെട്ടിയോളും എന്നുള്ള ആ തീരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു മഹാപ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഉള്ള നേതാക്കന്മാരെ എന്ന് കൈകാര്യം ചെയ്യണം നല്ല രീതിയിലെന്ന് ചിന്തിക്കാനാണ് വേണുഗോപാൽ സമയം മെനക്കെടുത്തേണ്ടത്. അല്ലാതെ BJP-യെ ഒന്നും പാഠം പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വേണുഗോപാലിനെ ഞങ്ങൾ ആരും വലിയ ആളായിട്ട് കാണുന്നില്ല. ദേശീയ തലത്തിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ 10% പോലും കഴിവുണ്ടായിട്ടല്ല വേണുഗോപാൽ എന്ന് പറയുന്ന ഈ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ കയറിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രസ്ഥാനത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കാൻ വേണുഗോപാൽ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. എന്നോട് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആരോപണങ്ങളിൽ കൂടുതൽ പ്രതികരണമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ വിശദീകരിക്കുന്നത്.